നാഗർഹോള വഴി ഒരു യാത്ര. ആദ്യമായിട്ട് വരികയാണ്, നമ്മൾ മൈസൂർ പോവുകയാണ്. മൈസൂർ പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ നാഗർഹോൾ വഴിയുള്ള കാട്ടിലെ യാത്രകൾ കാണാം. വല്ല കാട്ടിനെ ആനനെ കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. അതിരാവിലെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അരീക്കോട് മുക്കം വഴി വയനാട്ടിലോട്ട്. വയനാട്ടിൽ നിന്ന് മാനന്തവാടി കാട്ടിക്കുളം വഴി കുട്ടയിലോട്ട്. കുട്ടയിൽ നിന്ന് വലത് തിരിഞ്ഞാണ് നാഗർഹോളയിലോട്ട് നമ്മൾ പോകേണ്ടത്. നാഗർഹോള കാടിനകത്തുള്ള എൻട്രൻസ് ആണ്. കാട്ടിലൂടെ നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്യാം. അതായത് 1 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യണം, കാട് കവർ ചെയ്ത് നമ്മൾ അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ എത്തണം. ഇങ്ങനെയാണ് നാഗർഹോളയിൽ നിന്നുള്ളൊരു നിർദ്ദേശം. നമ്മൾ അവിടെ വണ്ടി ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട്. നമ്മുടെ കേരള വണ്ടി കണ്ടതുകൊണ്ട് തന്നെ ഒരു 20 രൂപ മേടിച്ചു. വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു 20 രൂപ മേടിച്ചു. നമുക്ക് നേരത്തെ കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് അവിടെ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ചൊരു പാസോ അതല്ലെങ്കിൽ ടോളോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു. പക്ഷേ നമ്മളടുത്തു നിന്നൊരു 20 രൂപ മേടിച്ചു. സാധാരണ നാഗർഹോളയിലുള്ള യാത്രയിൽ ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ ഏറെ സാധ്യതകളുണ്ട്. നമുക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ള ഒരു സത്യം. നമ്മൾ പന്നിയെ കണ്ടു, മയിലിനെ കണ്ടു, മാനെ കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ചത് കാട്ടി, ആന, അതൊക്കെ മേലെയുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കാണാൻ കഴിഞ്ഞില്ല. ഈ കാണുന്നതാണ് ഹൊൻസൂരിലോട്ട് നമ്മൾ എത്തുമ്പോഴുള്ള എക്സിറ്റ് ആവാൻ നേരത്തുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെയും ഇതുപോലെ നമ്മളെ ചെക്ക് ചെയ്തു. നമ്മളെ എന്താ പറയുക, ലേറ്റായി വന്ന ആൾക്കാരൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഗുണ്ടുൽപേട്ടയിലോട്ടാണ് പോരുന്നത്. വരുന്ന വഴിയിലെ റെസ്റ്റ് എടുത്ത നേരത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവസാനം നമ്മളൊരു സൂര്യകാന്തി തോട്ടത്തിലോട്ട് ചെന്നു. 20 രൂപ ടിക്കറ്റാണ്. ഇപ്പോൾ കർണാടക ഏരിയയിൽ സൂര്യകാന്തി തോട്ടം ഭയങ്കര ഒരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. 20 രൂപ ഒരാൾക്ക് എൻട്രൻസ് ഫീ മേടിച്ചിട്ടാണ് ഇവരുടെ ഈ പരിപാടി. സംഭവം എന്തായാലും ഒരുപാട് ആൾക്കാർ അവിടെ ചെല്ലുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 20 രൂപ കൊടുത്ത് കയറുന്നുമുണ്ട്. സോ ഇതാണ് നമ്മുടെ നാഗർഹോൾ യാത്രയിലെ വിശേഷങ്ങൾ. സ്പീഡ് പോ